ഞാൻ പഴയ രാഹുലല്ല, മറ്റൊരു രാഹുലാണ് എന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രസംഗത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇത്രയും കാലം കണ്ട ഇനി പപ്പുമോൻ എന്ന് രാഹുൽ ഗാന്ധി ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ആ പപ്പുമോൻ എന്ന ഇമേജ് ഇന്നലെ ഒറ്റ ദിവസത്തോടെ കൂടി തൂത്തെറിഞ്ഞു കളഞ്ഞു. മുമ്പ് പപ്പുമോൻ വിളി പിന്നെ അദ്ദേഹം ചോദിച്ചു വാങ്ങിയത് തന്നെയായിരുന്നു. കാരണം വളരെ ഇമ്മച്ചറായിട്ടാണ് അദ്ദേഹം സഭയിൽ ഇടപെട്ടിരുന്നത്, പൊതുരാഷ്ട്രീയ രംഗത്തൊക്കെ ഇടപെട്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു റോളിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒറ്റ ദിവസത്തെ 1.25 മണിക്കൂർ നീണ്ട വളരെ മനോഹരമായ ഒരു പ്രസംഗം തന്നെ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിലെ ചെറുതെറ്റുകളെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അദ്ദേഹം ഇനി ചെയ്യേണ്ടത് ഈ നിലയിൽ തുടരുക എന്നുള്ളതാണ്. രാജ്യത്തെ വിഷയങ്ങളിൽ ഇടപെടുകയും പാർലമെന്റിലെ എല്ലാ യോഗത്തിലും പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പുള്ളിയുടെ പരിപാടി ഇരുന്നെന്ന് വെച്ചാൽ സഭയിലെപ്പോഴെങ്കിലും വരും, പോകും, അത് കഴിഞ്ഞാൽ 2 മാസം എവിടെയെങ്കിലും ടൂർ പോകും. ആ അവസ്ഥ ഒഴിവാക്കിയിട്ട് പരമാവധി രാജ്യത്ത് തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുകയും പ്രതിപക്ഷത്തിന്റെ ഒരു ദൌത്യം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്, ക്യാബിനറ്റ് റാങ്കാ. അങ്ങനെ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യ പോലെയുള്ള 140 പരം കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അമേരിക്കയിലെ പ്രസിഡന്റിനേക്കാളും റഷ്യയിലെ പ്രസിഡന്റിനേക്കാളും ഒക്കെ വലിയ ഒരു പദവിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ തന്നെ. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വളരെ മനോഹരമായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. 1.25 മണിക്കൂർ നേരം അദ്ദേഹം സഭയെ ശരിക്കും അരങ്ങ് തകർത്ത് തന്നെ പോയിട്ടുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പലപ്പോഴും കൃത്യമായി മറുപടി പറയാൻ പ്രയാസപ്പെടുന്നത് കണ്ടു. നരേന്ദ്രമോദി സഭയിൽ അദ്ദേഹത്തിന്റെ ഈ 10 വർഷത്തിലേറെ പിന്നിട്ട പാർലമെന്ററി ജീവിതത്തിനിടയിൽ, ലോക്സഭയിലും ഗുജറാത്ത് നിയമസഭയിലും എനിക്കറിയില്ല, ഈ ഇന്ത്യൻ പാർലമെന്റിനകത്തുള്ള അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതത്തിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തേണ്ടി വരുന്ന ഗതികേടിലേക്ക് അദ്ദേഹത്തിന് ആദ്യ. പക്ഷെ വളരെ ദുർബലമായ വാദങ്ങളാണ് അവർ ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന് പറയുന്ന വാദത്തോടെ എനിക്ക് യോജിപ്പില്ല. ഹിന്ദുക്കളെ അല്ല അപമാനിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളരെ കൃത്യമാണ്. നിങ്ങൾ ഹിന്ദുക്കളല്ല, അങ്ങനെ ഹിന്ദുത്വം നന്മയുടേതാണ്, ആ നന്മയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുമ്പം അത് രാഷ്ട്രീയമായ ഒരു ആരോപണമാണ്. അതിനെത്ര മനോഹരമായിട്ട് മറുപടി പറയുന്നു അറിയാം. അതിനൊക്കെ സുഖമായിട്ട് ഖണ്ഡിക്കായിരുന്നു, ഈസി ആയിട്ട്, വളരെ സുഖമായിട്ട് ഖണ്ഡിക്കായിരുന്നു. ഇത് പറയുമ്പം ഹിന്ദുത്വത്തിന്റെ വഴികളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നുള്ള ഇത് പണ്ട് EMS പറഞ്ഞിട്ടുള്ള പ്രയോഗമുണ്ട്. EMS മരിക്കുന്നതിന് മുമ്പ് EMS എന്ന് പറഞ്ഞത് ഗാന്ധിജി ഒരു മതമൗലികവാദിയായിരുന്നു, ജിന്ന ഒരു മതമൗലികവാദി ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് EMS പറഞ്ഞു എന്റെ മതം ഏറ്റവും മൗലികമായ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നതാണ് മതമൗലികവാദം എന്നാണ് പറഞ്ഞത്. അതായത് മതമൗലികവാദം എന്ന് പറഞ്ഞാൽ അത് വർഗീയവാദമല്ല എന്ന് പറഞ്ഞ് വ്യക്തമാക്കിയ ശേഷമാണ് EMS പറഞ്ഞത് ഗാന്ധിജി മതമൗലികവാദിയായിരുന്നു, ജിന്ന മതമൗലികവാദി ആയിരുന്നില്ല എന്ന്. അതായത് ജിന്നയ്ക്ക് മതവിശ്വാസമൊന്നുമില്ല, ജിന്ന സ്കോച്ച് അടിക്കും, ജിന്ന പന്നിയിറച്ചി കഴിക്കും, ഒക്കെ കഴിക്കുന്ന ആളാ. ഗാന്ധിജി അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ വിശ്വാസപരമായിട്ടുള്ള വഴിയിൽ കൂടി തന്നെ സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് EMS സൂചിപ്പിച്ചത്. അപ്പൊ ഇവരെല്ലാത്ത ഈ കോൺഗ്രസുകാരും ലീഗുകാരും എല്ലാവരും കൂടി ഇളക്കിയിട്ട് ഗാന്ധിജിയെ അപമാനിച്ചു, BJPക്കാരും ഒക്കെ ഗാന്ധിജിയെ അപമാനിച്ചു, ഗാന്ധിജിയെ വർഗീയവാദി എന്ന് വിളിച്ചു. ഇവർക്ക് വർഗീയവാദവും മതമൗലികവാദവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല, അതാ പ്രശ്നം. ബേസിക്കലി ജിന്നയെ വിശുദ്ധനാക്കി മാറ്റി, ജിന്ന മതമൗലികവാദി അല്ല എന്ന് പറഞ്ഞു. ഈ ജിന്ന മതമൗലികവാദി അല്ല. ഏറെക്കുറെ സമാനമായിട്ടുള്ള പ്രയോഗമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയിട്ടുള്ളത്. ഇനി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തു നോക്കാം നമുക്ക്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിംസയിലും വിദ്വേഷത്തിലും ചിലർ 24 മണിക്കൂറും ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നുവെന്ന് ഭരണപക്ഷത്തെ ചൂണ്ടിയുള്ള രാഹുലിന്റെ പ്രസ്താവന. ഞാൻ ചോദിക്കട്ടെ, ഹിംസയിലും വിദ്വേഷത്തിലും ഏറ്റവും കൂടുതൽ ഇടപെട്ടത് ആരാണെന്ന് തിരിച്ചു ചോദിക്കാൻ എന്തേ BJPക്കാർക്ക് കഴിഞ്ഞില്ല? പൊട്ടന്മാർ, ഇവരെ എന്നൊക്കെ പാർലമെന്റിൽ അയക്കേണ്ടിയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും വലിയ വിദ്വേഷം കലർത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ഭരണഘടനയെക്കുറിച്ച് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന ആരാ തകർത്തത്? ഇന്ത്യൻ ഭരണഘടനയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പിരിച്ചുവിടുന്നത് കേരളത്തിലാണ്, EMSന്റെ സർക്കാരിനെ. എന്ത് ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ലേ BJPക്കാർക്ക്? കുറെ എണ്ണം അവിടെ ഉണ്ടല്ലോ മൊയന്തുകള്. പാർലമെന്റിലെ ഏറ്റവും വലിയ പാർട്ടിയാണല്ലോ. കോളനാളിലൊന്നും ഒറ്റൊന്നുമില്ല, ഇവനൊന്നും ചരിത്രബോധമില്ല. അതുകൊണ്ടാ തിരിച്ചു ചോദിക്കേണ്ട രാഹുൽ ഗാന്ധിയോട്, മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങളുടെ മുത്തശ്ശിയുടെ അച്ഛനല്ലേ ഇന്ത്യൻ ഭരണഘടനയെ ആദ്യമായി തകർത്തത്? തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് മറുപടി പറയും? ഡിഫൻസിലേക്ക് പോയിരുന്നു രാഹുൽ ഗാന്ധി. 2, ഹിംസയിലും വിദ്വേഷത്തിലും 24 മണിക്കൂർ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ 24 മണിക്കൂറല്ല, വർഷങ്ങളോളം ഏർപ്പെട്ടത് ഇന്ദിരാഗാന്ധിയായിരുന്നു. തിരിച്ചു ചോദിക്കാൻ പറ്റില്ലായിരുന്നോ? ഖലിസ്ഥാൻ തീവ്രവാദത്തിന് തുടക്കമിട്ടത്, അതിന് വിത്തുമാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയും ബിന്ദ്രൻവാലയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് ഈ ബിന്ദ്രൻവാല വളരുന്നത്. പിന്നെ ഇവര് തമ്മിലുള്ള ടേംസ് തെറ്റി.
അതൊരു തരം അതിന് പിന്നെ അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വേറെ ഒരുപാട് പിന്നെ ലേഖനങ്ങളും കഥകളൊക്കെ വന്നിട്ടുണ്ട് അവര്. അത് സാമനേക്ഷയുമായിട്ടുള്ള ബന്ധം, പഴയ കരസേന മേധാവി, അതേപോലെ തന്നെ നമ്മളെ മത്തായി എന്താണ് അയാളെ പേര് ഇപ്പൊ വായിൽ കിട്ടുന്നില്ല, ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന അയാളുമായിട്ടുള്ള ബന്ധമൊക്കെ. ഇന്ദിരാഗാന്ധി അങ്ങനത്തെ ഒരു പിന്നെ മാനിയാക്കായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പേരുടെ അനുഭവം. മറ്റേ ആള് ഈ മത്തായി പിന്നെ അയാൾ തന്നെ ആത്മകഥ എഴുതിയിരിക്കുക അയാളും ഇന്ദിരയും തമ്മിലുണ്ടായിരുന്ന ഫിസിക്കൽ റിലേഷനെ കുറിച്ച്. ബിന്ദ്രൻവാലയ്ക്കും ഈ സാമനേക്ഷയ്ക്കും ഒക്കെ, സാമനേക്ഷ ഒരു വട്ടം ഇവരെ ഹൈ സീറ്റിന്ന് ആയിരുന്നു വിളിക്കുക. പ്രധാനമന്ത്രിയെ പ്രോട്ടോകോൾ പ്രകാരം എങ്ങനെയാണ് വിളിക്കേണ്ടത്? ഹൈ സീറ്റിന്ന് വിളിച്ചിരുന്നു എന്നുള്ളത് മലയാള മനോരമയുടെ ലേഖന, മലയാള മനോരമ എഴുതിയിട്ടുള്ളതാണ്. ബിന്ദ്രൻവാലയുടെ കഥ ഞാൻ എല്ലാ ഡാറ്റാസിന്റെ അടുത്തുണ്ട്. ഞാൻ മുമ്പൊരിക്കലും സ്റ്റോറി ചെയ്തത്, ഞാൻ ഇതിനെ റെഫർ ചെയ്യാൻ നേരം കിട്ടില്ല. അപ്പൊ രാവിലെ പത്രം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനോരമയിൽ രാഹുൽ ഷോക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മനോരമ ആകുമ്പോൾ അങ്ങനെ കൊടുക്കുകയുള്ളൂ. ലോക്സഭയെ ഇളക്കി കുറച്ച് പ്രതിപക്ഷം, അവയിലൊന്നും സംശയമൊന്നുമില്ല. നല്ല ഗംഭീരമായിട്ട് ഷോക്ക് തന്നെയാണ് കൊടുത്തത്. ആ ഷോക്കിനെ മറികടക്കാനുള്ള ആയുധങ്ങളിലെടുത്ത് പ്രയോഗിക്കാൻ BJP MP-മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള കാര്യം. കാരണം രാഹുൽ കയറി ഇങ്ങനെ അടിക്കുന്നവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവര് രാഹുലിനെ പിന്നെ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല സത്യമായിട്ട്. ഇങ്ങനെ ഒരു പെർഫോമൻസിലേക്ക് രാഹുൽ പോകുന്നു കരുതിയിട്ടില്ല. അതുകൊണ്ടേ പറഞ്ഞു ഇനി രാഹുലിനെ ആർക്കും പപ്പു മോൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് രാഹുൽ പ്രൂവ് ചെയ്തു. പപ്പു മോൻ എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ വരെ പറയാതെ പറഞ്ഞു. അദ്ദേഹത്തിനുള്ള പേരെന്നെ കൊണ്ട് വിളിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പപ്പു മോൻ അല്ല എന്നുള്ളത് തെളിയിച്ചു. ഇന്ത്യൻ പാർലമെന്റിലെ മികച്ച ഒരു പാർലമെന്റേറിയനായിട്ട് തന്നെ രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഈ പിന്നെ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് പിന്നെ വിത്ത് വായി കൊടുത്തത്, വെള്ളം ഒഴിച്ചു കൊടുത്തത്, വളം ഇട്ട് കൊടുത്തത് എല്ലാം ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയും ബിന്ദ്രൻവാലയും തമ്മിലുള്ള പേഴ്സണൽ തെറ്റല്ല, പിന്നെ പേഴ്സണലായിട്ട് തെറ്റണേ. ഇവർ തമ്മിലുള്ള ആ ബന്ധം മുറിഞ്ഞു. ബന്ധം മുറിഞ്ഞപ്പം വൈരാഗ്യ ബുദ്ധിയായി. അവിടെ അങ്ങനെ വരുമ്പോഴാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് പോകുന്നത്. അതിലോട്ടേക്ക് എത്തുന്നത് ഇവർ തമ്മിലുള്ള വാശിയാണ്, വൈരാഗ്യമാണ്. ആ വൈരാഗ്യത്തിനാണ് അത്രത്തോളം ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയാണ് സംഭവം. പിന്നെ അപ്പം ഇങ്ങനെ തീവ്രവാദികൾക്ക് പിന്നെ നന്നായിട്ട് സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചാബിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ തീവ്രവാദ സംഘടനകൾക്ക്. നമ്മുടെ മറ്റേ ഇവിടുത്തെ ആസാമിലല്ല, ഓക്കെ, അത് വേറെ വിഷയം. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് തന്നെ ഞാനൊരു കഥ പറയാം. പിന്നെ അവരെ ബയോപിക് എടുക്കാം. അടുത്തത് ഈ പിന്നെ ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഈ പിന്നെ ഈ വിദ്വേഷത്തിന്റെ കാലം ഏതായിരുന്നു? ഏറ്റവും വലിയ വിദ്വേഷവും ഹിംസയാണ് രാഹുൽ ഗാന്ധി പ്രയോഗിച്ചിട്ടുള്ള വാക്കുകൾ. വിദ്വേഷത്തിന്റെ കാലഘട്ടം അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. ഇവിടെ ഇപ്പൊ ഉള്ള ഈ CPM-ന്റെ നേതാക്കന്മാര്, പിണറായി വിജയൻ ഉൾപ്പെടെ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന BJP നേതാവ് വെങ്കയ്യ നായിഡു ഉൾപ്പെടെ, LK അദ്വാനി ഉൾപ്പെടെ, മരിച്ചുപോയ വാജ്പേയി ഉൾപ്പെടെ, ഇന്ന് ഈ കേന്ദ്രമന്ത്രിസഭയിലുള്ള പല ആളുകൾ ഉൾപ്പെടെ, ഇവിടെ ഇപ്പൊ പിന്നെ ഈ പിന്നെ ഇവരുടെ മുന്നണിയിൽപ്പെട്ട പല, ഇപ്പൊ ഇന്ത്യ സഖ്യത്തിൽ തന്നെ പെട്ട പല പാർട്ടികളുടെയും നേതാക്കന്മാരുൾപ്പെടെ, അവരുടെ പിതാക്കന്മാരുൾപ്പെടെ അന്ന് ജയിലിൽ പോയി കിടന്നു. ഒറ്റ ദിവസം കൊണ്ട് രാജ്യത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഏകാധിപതി ചമയാൻ നോക്കിയിട്ടുള്ള ആദ്യത്തെ നേതാവും ഇന്ദിരാഗാന്ധിയാ. തിരിച്ചു ചോദിക്കാൻ അറിയില്ലായിരുന്നു ഇവർക്ക്, ഈ BJP-കാർക്ക്. പിന്നെ 200 ചില്ലാനം പൊട്ടന്മാരെ അതിനുള്ളിൽ ഉണ്ടല്ലോ, 231 MP-മാരുണ്ട് ആരോ ഇല്ല അവിടെ. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് പിന്നെ അതൊന്നും അറിയില്ല എന്ന് പറയാം, ചരിത്രമൊന്നും അറിയില്ല എന്ന് പറയാം. പാവമാണ്, സിനിമ കളിക്കാനൊക്കെ അറിയുള്ളൂ. പിന്നെ മനസ്സ് നന്മയുണ്ട്, അതിനെ കൊണ്ട് വേറെ ഒന്നും പറ്റുമൊന്നുമില്ല. ഇപ്പൊ താടിയിൽ കോപ്രായം കാണിച്ചു നിൽക്കുകയാണ്, അതൊരു പ്രത്യേക ഡിസൈനിലൊക്കെ ആക്കിയിട്ട്. പക്ഷെ ആള് പാവ, ശുദ്ധനാണ്. ബാക്കിയുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ കൂടി കടന്നു വന്നവരല്ലേ. വേണമെങ്കിൽ മറ്റേ ഇവളും കങ്കണ റാണോട്ടോ അങ്ങനെയുള്ള കുറച്ചെണ്ണമാണ് ഈ രാഷ്ട്രീയത്തിൽ കൂടി അല്ലാതെ കടന്നു വന്നത്. അനുരാഗ് താക്കൂർ അങ്ങനെയുള്ളവര്. ബാക്കിയുള്ളവർക്ക് പൊളിറ്റിക്സിൽ കൂടി ചെറുപ്പം തൊട്ട് കടന്നു വന്നവരാ. പറയണ്ടേ, വിദ്വേഷത്തിന്റെ കാലഘട്ടം 1977 വരെയുള്ള കാലഘട്ടത്തിൽ 2 വർഷം ഇന്ത്യ അനുഭവിച്ചത് എന്താ? ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? പത്രസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? നേതാക്കന്മാർ മുഴുവൻ ഒളിവിൽ പോകേണ്ടി വന്നില്ലേ? എത്ര പേരെ കൊന്നു? കേരളത്തിൽ വരെ ഈ പിന്നെ ഈശ്വരവാര്യന്റെ മകൻ രാജനെ കക്കയത്ത് കൊണ്ടിട്ട് ഉരുട്ടിക്കൊന്നില്ലേ ഇവര്? പോലീസുകാരെ നേർവാഴ്ചയായിരുന്നില്ലേ? എത്ര സ്ത്രീകൾ അക്കാലത്ത് ലൈംഗിക പീഡനത്തിനിരയായി? ഇവരാളെ തെരഞ്ഞ് ചെല്ലുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യായിരുന്നു. അത് കേരളത്തിൽ ഇത്രയും നടന്നെങ്കിൽ ഉത്തരേന്ത്യയിൽ എത്ര നടന്നിട്ടുണ്ടാവും? ഗ്രാമീണ മേഖലകളിലൊക്കെ, തെലുങ്കാനയിൽ നടന്നിട്ടില്ലേ? എന്തെല്ലാം അതിക്രമങ്ങൾ നടന്ന കാലത്ത്. ബുൾഡോസർ കൊണ്ടെന്ന് മറ്റേ ഇവിടെ അതിപ്പോ സ്ഥലം കിട്ടുന്നില്ല പെട്ടെന്ന്. ചേരിയിലേക്ക് കൊണ്ടുവന്നിട്ട് സഞ്ജയ് സിംഗ്
ഇന്ദിരാഗാന്ധിയുടെ തണലില് സഞ്ജയ് സിംഗിന്റെ ആഹ്വാന പ്രകാരം കൊണ്ടുവന്നിട്ട് പാവങ്ങളെ ചേരി താമസിക്കുന്ന ഈ ഷീറ്റ് കൊണ്ട് മാത്രം കെട്ടി അതിന്റെ കിടക്കുന്ന മനുഷ്യരെ നെഞ്ചത്തൂടെയല്ലേ ഈ ബുൾഡോസർ കയറ്റിപ്പോയത്, കിടപ്പാടില്ലാതെയാക്കിയത് അവരെ. പാവപ്പെട്ട മനുഷ്യരെ ബലമായി പിടിച്ച് നിർബന്ധിതമായി വന്ധീകരണത്തിന് വിധേയരാക്കിയില്ലേ? ഇന്ദിരാഗാന്ധിയുടെ കാലത്തല്ലേ വിദ്വേഷം. ഇനി രാജീവ് ഗാന്ധിയുടെ കാലത്തല്ലേ ഹിംസ. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം എത്രയെത്ര ഈ കൊന്ന ആൾക്കാർ തന്നെ 2 വെടിയേറ്റ് വലിച്ചു, ബാക്കിയുള്ള 2 പിടിച്ചു, അവരെ പിന്നെ തൂക്കിയും കൊന്നു. ഈ പാവപ്പെട്ട സിഖുകാർ ഇതൊന്നും അറിയണില്ല. അവരിങ്ങനെ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങുമോ? ഡൽഹിയിലൊക്കെ പോയിട്ട് ഈ പിന്നെ കടയിൽ നിൽക്കാനും പിന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിൽക്കാനും ബാക്കി പിന്നെ കൂലിപ്പണി എടുക്കാനും ഒക്കെ ഇപ്പോഴാണ് ഈ പഞ്ചാബികളൊക്കെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടത്. വിദേശ രാജ്യങ്ങളിൽ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പിന്നെ പോകുന്നത്. പിന്നെ അവരെല്ലാം അത്യാവശ്യം സമ്പന്നരായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അവർ അടിസ്ഥാനപരമായി കർഷകരാ. അങ്ങനെ അല്ലാതെ ഡൽഹിയിലൊക്കെ പോയിട്ട് ഓരോ പണിയെടുക്കുന്ന പാവപ്പെട്ട സിഖുകാരെ പിടിച്ചിട്ട് ജീവനോടെ തീയിലിട്ടില്ലേ കൊന്നത്. 10,000 പേരെയല്ലേ കൊന്നത്. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന HKL ഭഗത് പഴയ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ. അതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ രാജീവ് ഗാന്ധി തെറ്റാണ് പറ്റിയത്, പിന്നെ അവരോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു സങ്കടം പോലും ഇല്ലാതെ വൻമരം വീഴുമ്പോൾ ഭൂമി ചെറുതായി ഒന്ന് കുലുങ്ങുന്നു പറഞ്ഞു. ഭൂമി പിന്നെയും കുലുങ്ങി. 1991 ഈ ഭൂമി കുലുങ്ങെന്ന് പറഞ്ഞ രാജീവ് ഗാന്ധി കഷ്ണമായിട്ട് ചിഹ്നിച്ചതറി. ഭൂമി കുലുങ്ങിയോ? പിന്നെ 10,000 മനുഷ്യര് തീയില്. അമ്മ മരിച്ചതിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. അമ്മേനെ കൊന്നവരെ പിടിച്ചല്ലോ, 2 വെടിവെച്ച് കൊല്ലും ചെയ്തില്ലേ സ്പോട്ടിൽ തന്നെ. ഇത് കഴിഞ്ഞിട്ട് വഴി കൂടി പോടെ പാവപ്പെട്ടവനൊക്കെ പിടിച്ചിട്ട് തീയിലിടുക. ഇപ്പോ ആലുവയില് ഒരു പിന്നെ മറ്റേ ആസാമുകാരൻ വന്നിട്ട് ഒരു 5 വയസ്സുള്ള പെൺകുട്ടീനെ പിന്നെ പീഡിപ്പിച്ച് കൊന്നിട്ട് ചതുപ്പ് കൊണ്ടുപോയി താത്തിയന് നമ്മൾ നാട്ടിൽ കാണുന്ന ആസാമുകാരെ ബീഹാറികളെ ഒക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കൊച്ചിനെ കൊന്നു, അത് പിന്നെ മരിച്ചതും പുറത്തുള്ള ഇതാ. അല്ലെങ്കിൽ പെരുമ്പാവൂരെ ജിഷേനെ കൊന്നതിന്റെ പേരില് കാണുന്ന ബംഗാളികളെ മുഴുവൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്തെ അത് എന്നിട്ട് ന്യായീകരിക്കുക. വൻമരം വീണാൽ കുലുങ്ങുന്നു. പിന്നെ പ്രഖ്യാപനം നടത്തിയിട്ട് പിന്നെ കേവലം 7 വർഷം മാത്രമേ രാജീവ് ഗാന്ധിക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. ആ മനുഷ്യരെ ശാപ. പ്രിയങ്ക ഗാന്ധി പറഞ്ഞല്ലോ മുഖമൊന്നും കാണാൻ പറ്റിയില്ലാന്ന്. ഈ ശാപം കൊണ്ടാ. അടുത്തത്, ഇവർക്ക് എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റാതിരുന്ന ഈ BJPക്കാർക്ക് പൊട്ടന്മാർക്ക്, അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് അംബാനിയെയും അദാനിയെയും ഒക്കെ പങ്കെടുപ്പിച്ചു. അവിടുത്തെ നാട്ടുകാർക്ക് അവസരം കിട്ടിയില്ല. അതിന്റെ പ്രതികാരം അവർ വീട്ടി. ഫൈസാബാദിൽ തോറ്റതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്, അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സൂപ്പറായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല, നല്ല ഗംഭീരമായിരുന്നു. പക്ഷെ പ്രതിരോധിക്കാൻ ഇവർക്ക് പറ്റിയില്ല. അയോധ്യയിലെ അദാനിക്കും അംബാനിക്കും ഇന്ന് പ്രസക്തി കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ടാറ്റയും ബിർളയും ഒക്കെ ഉൾപ്പെടെയുള്ള അക്കാലത്ത് പിന്നെ വേറെ 1-2 കമ്പനികൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഞാൻ പെട്ടെന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ നിന്ന് വന്ന കാര്യങ്ങൾ പറയാം. ഞാൻ ഈ പത്രത്തിൽ കണ്ട വാർത്തയുടെ അടിയിൽ ഇങ്ങനെ വരവച്ചിരിക്കുക ഏതൊക്കെ ഗണ്ഡിക്കേണ്ടതെന്നുള്ളത്. ഈ പിന്നെ ഈ അന്ന് BP സിംഗ് ധനകാര്യ വകുപ്പ് മന്ത്രിയാകുമ്പോൾ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. BP സിംഗ് ഒരു ഓപ്പറേഷൻ നടത്തി. ഇന്ത്യയിലെ കള്ളപ്പണക്കാരായ, ഇന്ത്യയിലെ നികുതി വെട്ടിപ്പുകാരായ, ഇന്ത്യയിലെ പിന്നെ ഈ രീതിയിൽ കൊള്ള ചെയ്യുന്ന വൻകിട വ്യവസായികൾ, രാജ്യത്തെ നിയന്ത്രിക്കാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ള വ്യവസായികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു റെയ്ഡ് പ്ലാൻ ചെയ്തു, റെയ്ഡ് നടത്തി. അങ്ങനെയാണ് ഇവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാവുന്നത് രാജീവ് ഗാന്ധിയായിട്ട്. അങ്ങനെയാണ് BP സിംഗ് തെറ്റിപ്പിരിയുന്നതും ജനതാദൾ ഉണ്ടാക്കുന്നതും ഇങ്ങനെ പോരുന്നതും ഒക്കെ. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ BP സിംഗ് ആണ് ജയിക്കുന്നതും. BP സിംഗ് ആണ് ആദ്യം പ്രധാനമന്ത്രിയാവുന്നതും. ആ പ്രധാനമന്ത്രിയായ BP സിംഗിനെ 89 പ്രധാനമന്ത്രിയായ BP സിംഗിനെ പിന്നെ അള്ളിവെച്ച് പിന്നീട് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു രാജീവ് ഗാന്ധി. BJPയുടെ കൂടി പിന്തുണയോടുകൂടിയിട്ടാണ് ആദ്യം BP സിംഗ് വരുന്നത്. പിന്നെ അവരുമായിട്ട് ക്ലാഷായി. അത് കഴിയുമ്പോൾ രാജീവ് ഗാന്ധി BP സിംഗിനെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നത്. BP സിംഗ് അഴിമതിക്കെതിരെ ഇത്രയും സംശുദ്ധമായ പ്രതിച്ഛായയുള്ള എത്ര പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്? ഒരു സമ്പന്നരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാതിരുന്നത്. പിന്നെ വാജ്പേയി വന്നിട്ടുണ്ടാവും. അങ്ങനെ സൗഹൃദങ്ങളിലേക്ക് പോലും പോയിട്ടില്ല BP സിംഗ്. പിന്നെ നരേന്ദ്രമോദിക്കൊക്കെ അത്തരം സൗഹൃദങ്ങളുണ്ട്, അതിന്റെ വലിയ ഉദ്ദേശങ്ങളുണ്ടാവും. പിന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇപ്പൊ ഈ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകൾ, വിഴിഞ്ഞൊക്കെ പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറും, സംശയമൊന്നുമില്ല. പിന്നെ എന്നിട്ട് ഈ BP സിംഗിന്റെ ഈ കേസ് എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ പറ്റിയില്ല? സമ്പന്നനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്നതും ബോഫേഴ്സ് കേസ് എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ പറ്റിയില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അയോധ്യയിലെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ. അതേപോലെ തന്നെ വേറൊന്നും, നിങ്ങൾ
പിന്നെ നിങ്ങൾ ഹിന്ദുവല്ല എന്ന് പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുക്കളെ അപമാനിക്കലൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഹിന്ദുവല്ല, കാരണം നിങ്ങൾ വിദ്വേഷത്തിന്റെ നിങ്ങൾ ഇങ്ങനെ പിന്നെ ഹിംസയുടെ വഴിയെ കൂടെ പോകുന്നു, നിങ്ങൾ പിന്നെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നരേന്ദ്രമോദി എണീറ്റ് എന്നിട്ട് പറയാം ഹിന്ദുക്കളെ മുഴുവൻ അപമാനിച്ചു. അമിത്ഷാ പറയാ മാപ്പ് പറയണം. ഓട്ടന്മാര് അതല്ലല്ലോ പറയേണ്ടത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഉദ്ധവ് താക്കറെ ഹിന്ദു ആണോ എന്നല്ല ചോദിക്കേണ്ടത്. ഹിന്ദു അല്ല, ഇന്ത്യക്കാരനല്ല എന്ന് പറയണ്ടേ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ബോംബെയിലും ഡൽഹിയിലുമാണ് ഏറ്റവും കൂടുതൽ മറ്റു സംസ്ഥാനക്കാരുള്ളത്. നമ്മുടെ കേരളത്തിലൊന്നുമല്ല. ഈ 2 മെട്രോ സിറ്റികളിലല്ലേ. അതേസമയം ഡൽഹിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇവിടെ ബീഹാറിനെ കണ്ടടിക്കുക, സ്വാമിമാരെ കണ്ടടിക്കുകയാണ്. സ്വാമിമാരെ വരെ കിടന്നുറങ്ങിടത്തുനിന്ന് പിന്നെ ഈ താക്കറയുടെ ടീം അടിച്ചോടിച്ചിട്ടുണ്ട്. സമ്പന്നരെ ആരും അടിക്കാൻ പോയില്ല. ബോളിവുഡിലെ കച്ചവടം. താക്കറയും ദാവൂദ് ഇബ്രാഹിം തമ്മിലുള്ള ആദ്യം താക്കറയുടെ പിന്നെ മകനും ദാവൂദ് ഇബ്രാഹിമിന്റെ ടീമുമായിട്ട് ഡി കമ്പനിയായിട്ട് നല്ല ബന്ധമായിരുന്നു. അത് തെറ്റിയപ്പോഴാണ് ഈ ഉദ്ധവ് താക്കറയുടെ ജ്യേഷ്ഠനെ പിന്നെ ദാവൂദ് ഇബ്രാഹിമിന്റെ ടീം കൊന്നുകളയുകയത്. താക്കറ എന്ന് വെച്ചാൽ താക്കറ അവിടെ ഈ പിന്നെ ഈ ശിവസേന എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുന്നത് തന്നെ ശവസേനയാണ്. ശിവസേന എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുന്നത് തന്നെ ഈ പിന്നെ മറാത്തവാദം പറഞ്ഞോട്ടെ, മറാത്തകൾ കൂടുതൽ ജോലി വേണമെന്നോ ഒക്കെ പറഞ്ഞോട്ടെ. പക്ഷേ അതിന് പകരം ഇപ്പൊ നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നീങ്ങിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, ജീവിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ, അതും റൂമുകളിൽ കിടക്കാതെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടക്കുന്ന മനുഷ്യരെയാണ് പോയിട്ട് പഠിച്ച് ശരിയാക്കി വിടുന്നത്. കുറെ പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ബോംബെ കലാപത്തിന്റെ പിന്നെ ഒരു വശത്ത് ദാവൂദ് ഇബ്രാഹിമും മറുവശത്ത് പിന്നെ ബാൽ താക്കറെയുമാണ്. ബോംബെ സിനിമ ഉണ്ടല്ലോ മണിരത്നത്തിന്റെ, ആ സിനിമയ്ക്കകത്തെ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് ഇവരെ രണ്ടുപേരെയാ. ഒരു താടി വെച്ച് കൊടുത്തുണ്ടല്ലോ നമ്മളെ സേട്ടു സാഹിബിനെ പോലെ ഇരിക്കുന്നത്, അത് മുസ്ലിം പക്ഷത്തു നിന്നുള്ള പിന്നെ ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലാണ്, സിംബോളിക്കാണത് മണിരത്നത്തിന്റെ സിനിമ. അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് സ്വാമിയും മനീഷ കൊയ്രാളയും തകർത്തഭിനയിച്ച സിനിമ. ഒരു ഹിന്ദു യുവാവും ഒരു മുസ്ലിം പിന്നെ പെൺകുട്ടിയും തമ്മിലുള്ള വളരെ മനോഹരമായ പ്രണയത്തിന്റെ കഥ. അതിനകത്താണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ നന്മ വരെ വരുന്നത്. ഇവരെ ഈ അരട്ടക്കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറാണ്. പോട്ടെ, സിനിമയല്ല നമ്മുടെ വിഷയം. ഈ പിന്നെ ബോംബെ കലാപത്തിന്റെ പിന്നിൽ ഇയാളാ അതിന്റെ ഗൂഢാലോചനയില്. അവിടെയുള്ള ബോളിവുഡിലെ നിയന്ത്രിക്കുക കരിമ്പ് മുതലാളിമാരുടെ ഗുണ്ടാപ്പിരിവാണ്, ദാതപ്പിരിവ്, അത് നടത്തിക്കൊണ്ടിരുന്ന പിന്നെ ആളാണ്. ഈ ബാൽ താക്കറയ്ക്ക് പ്രായമായതുകൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്തിരുന്ന ഉദ്ധവ് താക്കറെയാ. ആ ഉദ്ധവ് താക്കറയല്ലേ നിങ്ങളെ കൂടെയുള്ളതെന്ന് തിരിച്ചു ചോദിക്കണ്ടേ? നിങ്ങളെ കൂടെയുള്ളോ പിന്നെ ഞങ്ങൾ ഹിന്ദു അല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിഷേധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ളവർ ഹിന്ദുവുമല്ല ഇന്ത്യക്കാരനുമല്ല തിരിച്ചു പറയണ്ടേ? അത് പറയാൻ അവർക്ക് പറ്റിയില്ല. പിന്നെ മോദിക്ക് മുന്നിൽ സ്പീക്കർ തല കുണിച്ചു, അത് പിന്നെ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം രാഹുലിന്റെ അടുത്ത് നേർക്ക് നിന്നു, മോദിയുടെ മുമ്പിൽ തല കുണിച്ചു നിന്നു എന്നുള്ളത് പറഞ്ഞത് ഞാനും അംഗീകരിക്കുന്നു. പിന്നെ എന്റെ അടുത്ത് നിവർന്നു നിന്നു പറഞ്ഞു. തിരിച്ച് ഓം ബിർള നല്ല മിടുക്കനായ സ്പീക്കറാണ്. ഈ ഇന്നലത്തെ സഭയ്ക്കകത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഒന്ന് രാഹുൽ ഗാന്ധി, 2 ഓം ബിർളയായിരുന്നു, ഒരു സംശയമില്ല. ഈ പിന്നെ ബാക്കി BJP എംപിമാരെക്കാൾ കൂടുതൽ ഇയാൾ സ്പീക്കർ അല്ലാതെ വല്ല മന്ത്രിയോ വെറും MP ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ പിന്നെ ഗംഭീരമായിട്ട് കൗണ്ടർ ചെയ്യുമായിരുന്നു. ഓം ബിർള മിടുക്കനായിട്ട് തോന്നി. അയാൾ സ്പീക്കർ ആയതുകൊണ്ട് അയാൾക്ക് രാഷ്ട്രീയം പറയാൻ പറ്റില്ല വല്ലാതെ. അയാൾ പറഞ്ഞു, ഞാൻ ഈ പ്രായമുള്ളവരെ കണ്ട ആദരിക്കും, അതിന്റെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ പിന്നെ കാലമണി തൊട്ടുന്നു എന്നേക്കാൾ പ്രായമുള്ളവരെ കണ്ട് ഞാൻ ആദരിക്കുന്നു പറഞ്ഞു. അപ്പൊ രാഹുൽ ഗാന്ധി തിരിച്ചോ അതിനേക്കാൾ മനോഹരമായ മറുപടി പറഞ്ഞു, താങ്കൾ ഈ സഭയിലെ പിന്നെ പ്രായമല്ല, ഈ സഭയുടെ ഏറ്റവും വലിയ നാഥൻ താങ്കളാണ്. ഈ സഭ മുഴുവൻ താങ്കളെയാണ് ആദരിക്കേണ്ടത്. താങ്കൾ പിന്നെ ആ രീതിയിൽ വേണം പെരുമാറാനെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മറുപടി ഗംഭീരായി. ആ സമയത്ത് ഈ BJPക്കാർക്ക് ആർക്കെങ്കിലും എണീറ്റെന്ന് പറയണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷം UPയുടെ ചെയർപേഴ്സൺ ആയിരുന്ന പിന്നെ സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന മൻമോഹൻ സിംഗിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, മറ്റൊരാരെ വെറും MP മാത്രമാ. പിന്നെ ഈ മുന്നണിയുടെ ചെയർപേഴ്സൺ എന്നേ ഉള്ളൂ, പാർട്ടിയുടെ നേതാവാണെന്നേ ഉള്ളൂ. അപ്പൊ അവരുടെ മുമ്പിൽ മൻമോഹൻ സിംഗ് പാവ സർദാർജി, അതിനാണ് സർദാർജിയെ പ്രധാനമന്ത്രിയാക്കിയത്. പ്രണബ് മുഖർജി ആക്കേണ്ടതാ. അദ്ദേഹത്തെ ആക്കി കഴിഞ്ഞാൽ പരിപാടി നടക്കൂല. സർദാർജിയും പിന്നെ വായി കൈയിട്ട പിന്നെ കടിക്കാത്ത ഒന്നും മിണ്ടാത്ത നമ്മളെ അന്തോണീസ് പുണ്യാളന് ഒരു ഗുണമില്ലാത്ത സാധനം, നിർഗുണ പരബ്രഹ്മനാ. മകനും അതേ ക്വാളിറ്റി തന്നെ ഉള്ളൂ. അല്ല അന്നണിക്കും മത്തം കുടിച്ചിട്ട കുമ്പളുണ്ടാവില്ലല്ലോ. അച്ഛന്റെ അതേ ഗുണേ ഉള്ളൂ. എന്തൊക്കെയോ പറയണു. നമ്മൾ തൃക്കാക്കരയിൽ വന്ന് മത്സരിച്ച മറ്റേ LDF സ്ഥാനാർത്ഥി ജോസഫിന്റെ മാതിരി, വിരളി പിടിച്ച മാതിരി എന്തൊക്കെയോ പറയണു. വണ്ടിയുടെ നേരെ കയറി ഡാൻസ് കളിക്കണു. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സാധനമില്ല.
കോൺഗ്രസിലായതുകൊണ്ട് അവർ മീഡിയ സെല്ലിന്റെ അവർക്ക് ഇങ്ങനെ പൊട്ടമരയല്ലേ കിട്ടുള്ളൂ. മീഡിയ സെല്ലിന്റെ എന്തൊക്കെയാ ആക്കി കൊണ്ടാണ്ടാക്കി ശശി തരൂരിനെ പിടിച്ചിട്ട്. അപ്പൊ ഇയാൾ പിന്നെ വല്ല ബി ജെ പിക്കാർ പക്ഷേ ടൂളായിട്ട് യൂസ് ചെയ്തു. പിന്നെ 10 വർഷത്തോളം കേന്ദ്രത്തിലെ പിന്നെ മന്ത്രിയായിരുന്നു. അതിനു മുമ്പ് മന്ത്രിയായിട്ട് നരസിംഹറാവുവിന്റെ സമയത്ത് കേരളത്തില് പിന്നെ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുടെ ഒരു ക്രിസ്ത്യൻ ഫേസ് ആണ്. അയാളുടെ മകനെ കിട്ടുമ്പോൾ ദേശീയ തലത്തിൽ അവർക്കത് ക്യാമ്പയിൻ ഉപയോഗിക്കാം. അത്രയുള്ള അവർ കണ്ടിട്ടുള്ളൂ. യൂസ് ആൻഡ് ത്രോ അത്രേ ഉള്ളൂ. കുറച്ചു കാലത്തൊക്കെ കൊണ്ടുനടക്കും. അത് കഴിയുമ്പോൾ പിന്നെ മൂലക്കിരുത്തും. അത് ഇവർക്ക് അറിയില്ല. അപ്പം ഇതെടുത്തിട്ട് ചോദിച്ചുകൂടായിരുന്നു ഇവർക്ക് ബി ജെ പിക്കാർക്ക്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിങ്ങളുടെ അമ്മയുടെ മുമ്പില് പിന്നെ വിനീത വിധേയന്റെ വിഡ്ഢിവേഷം കെട്ടി നാട്ടുവളച്ച് നിൽക്കുന്നത് കണ്ടവരല്ലേ നമ്മൾ. നിങ്ങൾക്ക് എന്തേ അന്ന് പ്രതികരിക്കാൻ പറ്റാതിരുന്നതെന്ന് ചോദിച്ചുകൂടായിരുന്നു. അന്ന് നിങ്ങൾ MP അല്ലേ എന്ന് ചോദിച്ചുകൂടായിരുന്നോ? വേണ്ട. സ്വന്തം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഏതെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ജാഥ നടത്തിയപ്പോൾ ക്യാപ്റ്റൻ രാഹുൽ ഗാന്ധി. വേറെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി. ഖാർഗെനെ മൂലയ്ക്ക് എടുത്തിട്ട് ഖാർഗെ റബ്ബർ സ്റ്റാമ്പാണ്. മൻമോഹൻ സിംഗ് റബ്ബർ സ്റ്റാമ്പായിരുന്നു. ഇതെടുത്ത് തിരിച്ചു വയ്ക്കണ്ടേ? ഇവരെക്കാൾ പ്രായമുള്ളവരാ. എന്നിട്ട് അവരെ പിന്നെ ബഹുമാനിച്ചിട്ടുണ്ടോ? അവരിങ്ങോട്ട് ബഹുമാനിക്കണ്ടേ? ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പം സഭയിൽ നിന്ന് മറ്റേ ലോക്പാൽ ബില്ലിന്റെ കോപ്പി വലിച്ചെറിഞ്ഞ് മുഖത്തേക്ക് ഇട്ട് കൊടുത്തില്ലേ രാഹുൽ ഗാന്ധി? എന്തുകൊണ്ട് ഇവരെ ചോദിച്ചില്ല? എനിക്കറിയില്ല ഇവരൊക്കെ എന്തിനവിടെ പോയി ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു നെഹ്റുവിന്റെ കാര്യം തൊട്ട് പിന്നെ ജനാധിപത്യ ദംസനം നെഹ്റുവിന്റെ എടുത്തു പറയാൻ പറ്റിയില്ല ഇവർക്ക്. ഒരു കാര്യത്തിൽ പോലും ഇവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും കൗണ്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല ബി ജെ പിക്കാർ ഇന്നലെ പട്ടർലി ഫെയിൽഡ് ആയിരുന്നു പാർലമെന്റിൽ. അവരക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു തേർവാഴ്ചയായിരുന്നു അവിടെ. സ്പീക്കർ ഓം ബിർളയാണ് കുറച്ചെങ്കിലും പിടിച്ചു നിന്നത്. ഓം ബിർളയ്ക്ക് തന്നെ സ്പീക്കറാണ്. അപ്പൊ പിന്നെ അധികമൊന്നും ചെയ്യാൻ പറ്റൂല. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ, സ്പീക്കർ ഓം ബിർളയ്ക്ക് അഭിവാദ്യങ്ങൾ, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബാക്കിയുള്ള പിന്നെ ഈ 200 ചില്ലാനം വരുന്ന മുഴുവൻ BJP MLA മാർക്കും ആദരാഞ്ജലികൾ, അല്ലെ MP മാർക്കും ആദരാഞ്ജലികൾ.